മോള് ഭക്ഷണമൊക്കെ കഴിച്ചോ? കഴിച്ചാ. ഇന്ന് കമ്പനിയില് പുതിയ ബോസിന്റെ ട്രീറ്റ് ഉണ്ടായിരുന്നു. വയറു നിറയെ കഴിച്ചു. അച്ഛൻ കഴിച്ചോ? ഞാനും കഴിച്ചു. ഹലോ, ആ ഞാൻ റോഷ്നിയാ. രാജു രാധമ്മ മഴക്ക് പറഞ്ഞപ്പോ ഞാനും ഉണ്ടായിരുന്നു അവിടെ. എന്താ ഋതികെ, ഞാൻ അപ്പം മുതൽ ശ്രദ്ധിക്കുക. തന്റെ മുഖത്തിനൊരു തെളിച്ചമില്ലല്ലോ. ഒന്നുമില്ല മാഡം. ആ അത് വെറുതെ, എല്ലാം എനിക്കറിയാം. പക്ഷെ കാര്യങ്ങളിപ്പോ പഴയതുപോലെയല്ല. താൻ പുറത്തൊരു ബോർഡ് കണ്ടില്ലേ, ആറാറെന്ന്? അത് ഋതിക രാജു എന്നതിന്റെ ഷോർട്ട് ഫോം അല്ല, റോഷ്നി രാജു. അതാണ് അതിന്റെ ഫുൾ ഫോം. അത് മറക്കണ്ട. തന്റെ അച്ഛൻ പ്രതാപവർമ്മ രാജുവിനെ ചവിട്ടി പുറത്താക്കിയപ്പോ രാജുവിന് പുതിയ ജീവിതം കൊടുത്തത് എന്റെ അച്ഛനാ. അതുപോലെ തന്നെ നിന്റെ അച്ഛൻ രാജുവിനെ ചവിട്ടി പുറത്താക്കിയ നിമിഷം മുതൽ രാജുവിന്റെ മനസ്സിൽ നീയും മരിച്ചു. അങ്ങനെ ആ ചാപ്റ്റർ ക്ലോസ്. ഇനി അത് റീഓപ്പൺ ചെയ്യാൻ ശ്രമിക്കരുത്. എങ്കിൽ ഈ റോഷ്നി ആരാണെന്ന് നീ ശരിക്കും അറിയും. അപ്പോ ഋതികെ, ആറാറിന്റെ ഫുൾ ഫോം മറക്കണ്ട. ആരാ വിളിച്ചേ? റോഷ്നി മാഡം. നമ്മുടെ ബോസിനെ കെട്ടാൻ നടക്കുക കുട്ടി. അതിനിത്തിരി പൊളിക്കും. ബോസ് ലണ്ടനിൽ ഏതെങ്കിലും ഒരു മദാമയെ കെട്ടു. നമ്മുടെ ബോസ് സായിപ്പിനെ പോലെ വെളുത്ത് സുന്ദര കുട്ടപ്പനായിട്ടല്ലേ ഇരിക്കുന്നത്. പിന്നെ മുടി മാത്രം അല്പം കറുത്തുപോയി. അത് വലിയ വിഷയമൊന്നുമല്ല. അയ്യോ, ഞാൻ വന്ന കാര്യം വിട്ടുപോയി. കുട്ടി, പുതുതായി ജോയിൻ ചെയ്ത എല്ലാ സ്റ്റാഫുകൾക്കും ഒരു തുക അഡ്വാൻസായി നൽകുമെന്ന് ബോസ് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഫോമില് കുട്ടിയുടെ ബാങ്ക് അക്കൗണ്ടും നമ്പരും ബാക്കി ഡീറ്റെയിൽസും ഫില്ല് ചെയ്ത് തിരിച്ചു തരണം. ഇത് ഫില്ല് ചെയ്ത് തിരിച്ചു തന്ന ഉടനെ കുട്ടിയുടെ അക്കൗണ്ടിലേക്ക് തുക ക്രെഡിറ്റ് ആവും. നമ്മുടെ ബോസ് നല്ല മനുഷ്യനല്ലേ. ജോലി ചെയ്ത് തീർന്നിട്ടല്ല ഇവിടെ ശമ്പളം കൊടുക്കുന്നത്. ജോലി ചെയ്യുന്നതിന് മുമ്പാണ് ഇവിടെ ശമ്പളം. അങ്ങനെ ഒരാൾ ചെയ്യാൻ മനസ്സ് കാണിക്കുമ്പോ നമുക്ക് അയാളെ ചതിക്കാൻ തോന്നുന്നു? ഇല്ല. അപ്പൊ നമ്മൾ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യും. അതാണ് നമ്മുടെ ബോസിന്റെ ബിസിനസ് ടെക്നിക്. വാങ്ങിച്ചോ. പിന്നെ ഇത് ഫില്ല് ചെയ്തിട്ട് എന്നെ തിരികെ ഏൽപ്പിക്കണേ. ശരി ശരി. മോൾ ഇന്റർവ്യൂവിന് പോയിട്ട് എന്തായെന്നറിയില്ല. മോളെ അവർ ജോലിക്ക് തിരഞ്ഞെടുത്തിട്ടുണ്ടാവോ? മോൾ എന്തായാലും ഇന്റർവ്യൂവിന് നന്നായിട്ട് പെർഫോം ചെയ്തിരിക്കും. ഒരു വേക്കൻസിക്ക് 100-200 പേരാ വരുന്നത്. പെർഫോമൻസ് മാത്രം പോരാ, ഭാഗ്യവും വേണം. പിന്നെ ഫാഷൻ ഡിസൈനിങ് കമ്പനി ആയതുകൊണ്ട് കൂടുതൽ ആൾക്കാരെ എടുക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും മോളെ ഒന്ന് വിളിച്ചു നോക്കാം. അഭിമാനിയായ അച്ഛനോട് ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ എങ്ങനെ ചെന്ന് പറയും? ഇതൊക്കെ അറിഞ്ഞ പിന്നെ അച്ഛൻ എന്നെ ജോലിക്ക് പോകാൻ സമ്മതിക്കില്ല. അച്ഛനാണല്ലോ. അച്ഛാ. മോളെ, ഇന്റർവ്യൂ എന്തായി? ഞാൻ സെലക്ടായി, ജോലി കിട്ടി. അതെന്താ മോളെ, ജോലി കിട്ടിയെന്ന് പറഞ്ഞിട്ടും മോൾക്കൊരു സന്തോഷമില്ലാത്ത? അതച്ഛന് തോന്നിയതായിരിക്കും. മോൾക്ക് ആ ജോലി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് പോട്ടെ, നമുക്ക് വേറൊരു ജോലി അന്വേഷിച്ച് കണ്ടെത്താം. ഇല്ല ച, ഞാൻ ഓക്കെ. ഞങ്ങൾ നിനക്ക് വേണ്ടിയ ഭക്ഷണം തയ്യാറാക്കി കൊണ്ടുവന്നേ, എന്നിട്ട് കഴിക്കാതിരുന്നതേ വളരെ മോശമായിപ്പോയി. വിശപ്പില്ലായിരുന്നു അമ്മേ. എന്തൊക്കെ കറികളാ നിനക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കി കൊണ്ടുവന്നേ? അതെ രാജു, കഷ്ടമുണ്ട് കേട്ടോ. എന്തൊക്കെ കറികൾ ഉണ്ടായിട്ടെന്താ? എന്റെ ഋതിക അവിടെ സങ്കടപ്പെട്ടിരിക്കുമ്പോ എനിക്കെങ്ങനെ ഭക്ഷണം ഇറങ്ങും? വേണുവേട്ടന് അപ്പോഴേ പറഞ്ഞതാ
അവൻ ഏതെങ്കിലും വലിയ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം വാങ്ങിച്ച് കഴിക്കുമെന്ന്. അപ്പൊ ഞാനാ പറഞ്ഞേ അവൻ നാട്ടിൽ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ, 3 നേരം വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കട്ടെ എന്ന്. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണം നിനക്ക് ഇഷ്ടമല്ലല്ലോ. അല്ലെങ്കിലും ഞാൻ വേണുവേട്ടനോട് ഇടയ്ക്ക് പറയാറുണ്ട്, ലണ്ടനിലെ സായിപ്പന്മാരുടെ ഹോട്ടലിലെ ഭക്ഷണേ നിനക്ക് പിടിക്കുള്ളൂ എന്ന്. അമ്മ വിഷമിക്കണ്ട. ഇനി മടങ്ങി പോകുന്നവരെ ഞാൻ അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണമേ കഴിക്കൂ. മോള് ഭക്ഷണമൊക്കെ കഴിച്ചോ? കഴിച്ച ഇന്ന് കമ്പനിയിൽ പുതിയ ബോസിന്റെ ട്രീറ്റ് ഉണ്ടായിരുന്നു. വയറ് നിറയെ കഴിച്ചു. അച്ഛൻ കഴിച്ചോ? ഞാനും കഴിച്ചു. ഞാനിവിടെ അടുത്തൊരു സുഹൃത്തിനെ കാണാൻ പോയിരുന്നു. അവൻ നിർബന്ധിച്ചപ്പോൾ ഞാനും കഴിച്ചു. കുറെ നാളുകൾക്ക് ശേഷമാ സുഹൃത്തിനെ കണ്ടത്. സാറേ, സാറത് എങ്ങോട്ടാ? അല്ല, അത് കാറും ഡ്രൈവറൊന്നുമില്ലേ? വെറുതെ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചതാ ശങ്കര. സാറിന് എവിടെ പോണെന്ന് പറഞ്ഞാ മതി, എന്റെ വണ്ടിയുണ്ട്, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. അതിന്റെ ഒന്നും ആവശ്യമില്ല ശങ്കര. നടക്കുന്നത് ആരോഗ്യത്തിന് നല്ലതല്ലേ? സാറേ, ചാനലിലൊക്കെ സാറിന്റെ വാർത്തകൾ ഞാനും കാണാറുണ്ട്. അതൊക്കെ ചാനലുകാർ ഓരോ കഥകൾ ഉണ്ടാക്കുന്നതല്ലേ? സാർ എന്നോടൊന്നും ഒളിക്കണ്ട. വീട് നഷ്ടപ്പെട്ട കാര്യവും ഇപ്പൊ ആ വീടിന്റെ ഔട്ട് ഹൗസിൽ സാറും കുടുംബവും താമസിക്കുന്ന കാര്യവും ഞാൻ അറിഞ്ഞു. ഇപ്പൊ സാറിന് സഹായിക്കണമെന്ന് എനിക്കുണ്ട്, പക്ഷെ എന്റെ കാര്യം വളരെ മോശമാണ്. സങ്കടം കരുതുന്ന പോലെ അത്ര വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എനിക്ക്. സാർ എന്നോടൊന്നും മറച്ചു വെക്കല്ലേ. സാറ് വലിയ അഭിമാനിയാണെന്ന് എനിക്കറിയാം. അത്യാവശ്യത്തിന് 5000 10,000 വേണമെങ്കിൽ ഞാൻ എവിടെന്നെങ്കിൽ മറിച്ചു തരാം. അല്ല, വേണ്ട ശങ്കര. അങ്ങനെ ചോദിച്ചതിന് വളരെ സന്തോഷം. എനിക്ക് കുറച്ച് തിരക്കുണ്ട്, നമുക്ക് പിന്നെ കാണാം. ശരി സാർ. എന്തു തിരക്ക്? ഒരു തിരക്കില്ലെന്ന് എനിക്കറിയാം. കോടീശ്വരനായ ഒരു മനുഷ്യന്റെ അവസ്ഥയെ പൊരു വെയിലത്ത് നടക്കുന്നു, ചോദിച്ച വ്യായാമത്തിന് നടക്കുന്നു എന്ന് പറയുന്നു, അതും ഈ പൊരു വെയിലത്ത്. നഷ്ടപ്പെട്ട പ്രോപ്പർട്ടി എല്ലാം തിരികെ പിടിക്കണം. അച്ഛനെ ഈ അവസ്ഥയിൽ എനിക്ക് കാണാൻ വയ്യ. അച്ഛൻ്റെ മനസ്സ് നീറിപ്പോകുകയാണെന്ന് എനിക്കറിയാം. പക്ഷെ ഒന്നും പുറത്ത് കാട്ടാതെ കൊണ്ട് നടക്കുക പാവം. അച്ഛനെ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരണം. ഒന്ന് വണ്ടി നിർത്തിക്കേ. തനിക്കൊന്ന് അല്പം ശ്രദ്ധിച്ചുവിടോ. നീ എന്ത് ചെയ്യാൻ പോകുന്നു? അല്ല, വർമ്മ സാറിന്റെ ഡ്രസ്സില് ചെളി തെറിച്ചു. അതിന് നിനക്കെന്താ?